അപ്പോൾ വയലൻസിൻ്റെ ടെൻഡൻസി ഇതുമായിട്ട് കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പീസ്ഫുൾ നേച്ചർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ ഒരു കോൺക്രീറ്റ് ഒരു ജംഗിളിനെ നടക്കും, ഇപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫോണും ഒക്കെ ആയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇതേ പ്രശ്നം വരില്ലേ? ഇതേ പ്രശ്നം. ആ കുട്ടികൾ എപ്പോഴും അജിറ്റേറ്റഡ് ആയിരിക്കും. നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു സ്കൂള് പരിചയപ്പെടുത്താം, പ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു സ്കൂൾ പരിചയപ്പെടുത്താമെന്ന് വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഈ സ്കൂളിനേക്കാൾ കൂടുതൽ നമ്മൾ പരിചയപ്പെട്ട സത്യത്തിൽ ഇതിൻ്റെ സ്ഥാപകനായ ഡോക്ടർ ആഷ്ലി മുളമൂട്ടിലാണ്. കാരണം ഇത്രയും വ്യത്യസ്തനായ ഒരാൾക്ക് മാത്രമേ വ്യത്യസ്തമായ ഒരു സ്കൂള് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ആകെ ഒരു 3-4 കാര്യം പറയാനുള്ള. അദ്ദേഹം ഓഫ്താൽമോളജിയിൽ ഒരു അതോറിറ്റിയാണ്. ലണ്ടനിലെ മൂർഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം MS-ഉം MCH-ഉം പൂർത്തിയാക്കിയ ആളാണ്. ബോംബെ IIT-യിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ PhD എടുത്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ്സിൽ MBA എടുത്തു. ഇതുകൂടാതെ ലണ്ടനിൽ നിന്ന് MBA, നമ്മുടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ MBA വിദ്യാർത്ഥി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർ 50 വർഷത്തിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നും. അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടും അത്രയധികം ക്യാമ്പസുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും സ്വന്തം സ്കൂളിന് ഒരു ഐഡൻറ്റിറ്റി വേണം, വ്യത്യസ്തമായൊരിത് വേണമെന്ന് ആഗ്രഹിച്ച് അതങ്ങനെ തന്നെ കൊണ്ടുവന്ന ഒരാളാണ്. ഈ സ്കൂളിൻ്റെ അണിയറയിൽ കഥാപാത്രങ്ങൾ പലരും ഉണ്ട്. ഒന്ന് ഡോക്ടർ അച്ഛൻ തന്നെയാണ്, അദ്ദേഹം ശ്രീ ജേക്കബ് തോമസ് മുളമൂട്ടിൽ, അദ്ദേഹമാണ് ഈ സ്കൂളിൻ്റെ ചെയർമാൻ. വേറൊരാൾ ഡോക്ടർ അമ്മയാണ്. ഞാനൊരു 10 കൊല്ലം കൂടെ വരുമ്പോൾ അമ്മ ഈ ക്യാമ്പസിൽ സ്ഥിരമായി മരം കുഴിച്ചു വെക്കുന്നതും ചെടി വെച്ചു കൊടുക്കുന്നതൊക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡോക്ടറെ ഭാര്യ, ഈ സ്കൂൾ തുടങ്ങിയ നാൾ മുതൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ഭാര്യയാണ്, ഡോക്ടർ ലിസ്. അപ്പോൾ ഇങ്ങനെ പലരും ചേർന്നാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു വ്യത്യാസം കൂടിയുള്ള, അദ്ദേഹം പറയുന്ന അതിൻ്റെ ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ചില പശ്ചാത്തലം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ ആവണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പച്ചപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം എന്തുകൊണ്ട് നമ്മൾ പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല, അല്ല അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് അദ്ദേഹം വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. നമ്മളൊരു സാധാരണ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ബിൽഡിംഗ് കാണും, ഒരു ഗ്രൗണ്ട് കാണും. അതാണ് നമ്മൾ സ്കൂളെന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ആണെങ്കിലും ICSEക്ക് ഇൻസ്പെക്ഷൻ വന്ന ആൾ ഇതൊരു സ്കൂളല്ലല്ലോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. കാരണം ഇവിടെ ഒരു ബിൽഡിങ്ങും ഒരു ഗ്രൗണ്ടും അല്ല അദ്ദേഹം കാണുന്നത്, ഒരു റിയലി ഒരു പാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാനത് ചെയ്യാൻ കാരണം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേച്ചർ എന്താണെന്ന് ഒരു TV കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നാതെ 2-3 കാര്യങ്ങൾ, അത് സത്യം പറഞ്ഞാൽ മെഡിക്കലി കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ടി വരും. നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ല കുളിർമ കിട്ടുന്നത് അതിൻ്റെ കണ്ണിന് നമുക്കറിയാലോ വിബ്ജിയോർ എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ ലൈറ്റ് റേസ് വന്നിട്ട് വിബ്ജിയോർ സ്പ്ലിറ്റ് ആവും, വയലറ്റ് തൊട്ട് 2 വരെയുള്ള സ്പെക്ട്രത്തിൽ സ്പ്ലിറ്റ് ആവും. അതിൽ ഗ്രീനും യെല്ലോയുമാണ് നമ്മുടെ റെറ്റിനയിൽ കറക്റ്റായിട്ട് വന്ന് ഫോക്കസ് ആകുന്നത്. അതുകൊണ്ട് നമുക്ക് ന്യൂട്രലാണത് ഈ ഗ്രീൻ. അതുകൊണ്ട് നമുക്ക് നീ പച്ചയിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം വരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ലതാണെന്ന് ഒഫ്താൽമോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചാണ് ഇത് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു ഫോറസ്ട്രി കവർ വേണം, ഒരു പച്ചയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ലതായിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. കൂടാതെ നമ്മളിപ്പോൾ വെളിയിലൊക്കെ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ക്യാമ്പസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഗ്രീൻ ക്യാമ്പസ് ആയിരിക്കും. അതിനകത്ത് പുറത്ത് നമുക്ക് വെഹിക്കിൾസിൻ്റെ ശബ്ദം കേൾക്കത്തില്ല, വേറെ ഒരു ഡിസ്റ്റർബൻസും ക്യാമ്പസിൽ കാണത്തില്ല. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് ഉള്ള ഹൈപ്പോതലമസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. അത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഈ കൂടുതൽ ഡിസ്റ്റർബൻസ് ഉള്ള അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾക്ക് അതിന് കുറച്ച് സൈസ് കൂടുതലായിരിക്കും. അത്രയും ഡിസ്റ്റർബൻസ് ഇതുപോലെ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ സൈസ് കുറവാണ്. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ഹൈപ്പോതലമസ് അല്ല, അമിഗ്ഡലയാണ്. അപ്പോൾ അമിഗ്ഡലയാണ് നമ്മുടെ ഒരു റെസ്പോൺസ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് റിയാക്ട് ചെയ്യുന്നത് അമിഗ്ഡല എന്നുള്ളതാണ് ആ ഇമ്പൾസസ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുന്നത് തോറും നമ്മുടെ റിയാക്ഷൻ, നമ്മുടെ സ്ട്രെസ്സ് കുറവായിരിക്കും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പം ഒരു സ്ലം ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ MRI അല്ലെങ്കിൽ ഒരു യങ് അഡൽറ്റിൻ്റെ MRI എടുത്തു കഴിഞ്ഞാൽ ആ അമിഗ്ഡലയുടെ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ വയലൻസിൻ്റെ ടെൻഡൻസി ഇതുമായിട്ട് കോറിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പീസ്ഫുൾ നേച്ചർ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ ഒരു കോൺക്രീറ്റ് ഒരു ജംഗിളിനെ നടക്കും, ഇപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫോണും ഒക്കെ ആയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇതേ പ്രശ്നം വരില്ലേ? ഇതേ പ്രശ്നം. ആ കുട്ടികൾ എപ്പോഴും അജിറ്റേറ്റഡ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചു, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും കുറച്ചുകൂടെ കൂടുതൽ അജിറ്റേറ്റഡ് ആയിരിക്കും. നമ്മുടെ ആ ത്രഷോൾഡ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ത്രഷോൾഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ മാത്രമേ അജിറ്റേറ്റഡ് ആകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്. സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് കൂടെ ഇതിനുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബാക്ക്ഗ്രൗണ്ട്.
അത് ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ മനസ്സിലാവും. ജനറലി ഒരു പീസിലാണ്. ഞാൻ അവിടെ തന്നെ വെച്ചാൽ ഇവിടെ വലിയ അടിയും തൊഴിയൊന്നും ഇല്ലായിരിക്കും, പിള്ളേർ അങ്ങനെ ഒരു ഇല്ലാത്തതുകൊണ്ടായിരിക്കും പിള്ളേർ വളരെ ശാന്തരായിട്ട് ഈ എൻവയോൺമെന്റ് ആണ് അതിന്റെ സീക്രട്ട്. ഓക്കെ. കൂടാതെ അവർ പഠിക്കുമ്പോൾ ഇപ്പം നമ്മുടെ എല്ലാ ട്രീസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ലേബലുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും കാണും, ബൊട്ടാനിക്കൽ നെയിമും കാണും. അപ്പോൾ കുട്ടി ഒരു ദിവസം 5-6 പ്രാവശ്യം അത് വഴി കടന്നു പോകും. ഒരു വർഷത്തിൽ 1000-ൽ കൂടുതലായിരിക്കും കടന്നു പോകുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് മെമ്മറൈസ്ഡ്. അപ്പോൾ ഇന്ന ട്രീ ഏതാണെന്നൊക്കെ തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഐൻസ്റ്റീൻ തൊട്ട് രത്തൻ ടാറ്റ വരെ പാബ്ലോ പിക്കാസോ അങ്ങനെ ഒരുപാട് പേരെ കോഡ്സ് എഴുതി വെച്ചിരിക്കുന്നത്. എത്ര കോഡ്സ് കാണും ഇതെല്ലാം? ഇവിടെ 100 കോഡ്സ് ഇതിനകത്തുണ്ട്. നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ആൾക്ക്, ഇൻസ്പിറേഷൻ തരുന്ന ആൾക്ക് വളരെ രസമുള്ള കോഡ്സ് ആണ്. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള കോഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കുട്ടികളുടെ ഗ്രോയിങ് മൈൻഡിനെ ഒന്ന് എന്താ പറയുന്നത്, എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ആ റൈറ്റ് തിങ്കിങ്, ഒരു എഡ്യൂക്കേഷണൽ മൈൻഡ്, അല്ലെങ്കിൽ ഒരു വിശാലമായി ചിന്തിക്കാം, ഇതൊക്കെയാണ് സാധ്യതകൾ, ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു അന്തരീക്ഷമാണ്. ഞാനിവിടെ ആദ്യം അന്ന് വരുമ്പോൾ നമ്മളിവിടെ ഇതിന്റെ കുറെ ഭാഗം റബ്ബർ തോട്ടമായിരുന്നു, പിന്നെ വെള്ളമില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കുളം തന്നെ ഇത് 1-2 കുളം, 2 കുളമായിട്ട് നിൽക്കുന്നു. അന്തരീക്ഷം കണ്ടിട്ട് ഇവിടെ പ്രദേശം കണ്ടിട്ട് വെള്ളത്തിന്റെ ക്ഷാമം ഒട്ടും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്? ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങോ അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നല്ലതായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിന്റെ മെയിൻ 3 ബിൽഡിങ്സിന്റെ റെയിൻ വാട്ടർ ഈ പോൺസിലാണ് കളക്ട് ചെയ്തത്. കൂടാതെ ചുറ്റിനും നമ്മൾ മഴക്കൊടികൾ എടുത്തിട്ടുണ്ട്. ഈ 13 ഏക്കറിൽ നമുക്ക് ഒരു 6 years മുമ്പ് വരെ നമ്മൾ വെള്ളം വാങ്ങിക്കണമായിരുന്നു സ്കൂളിന് വേണ്ടി. പ്രത്യേകിച്ച് ഈ ജാനുവരി തൊട്ട് മാർച്ച് വരെ ഉള്ള സമയങ്ങളിൽ. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഇവിടുത്തെ കിണറ്റിൽ വെള്ളമുണ്ട്. ഈ മഴക്കൊടി കുഴിച്ചാൽ പിന്നെ ഇത്രയും കവറായല്ലോ. ഇത്ര ഏരിയയിൽ വീഴുന്ന വെള്ളമില്ല. ഇപ്പൊ ഒരുപാട് ചെറിയ ഇടഭിത്തികൾ വന്നിട്ടുണ്ട്. പണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ട് ഒരുപാട് വെള്ളം അവിടെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു സംഭവം കണ്ടായിരുന്നു. എനിക്കൊന്ന് ഇതിന്റെ ഏരിയയുടെ കുറെ കൂടെ കൂട്ടിയിരുന്നു അല്ലേ? സ്കൂളിന്റെ ഏരിയ വളരെയധികം നമ്മൾ ആ റബ്ബർ കുറച്ചൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഫ്രൂട്ട് ട്രീസും ഫ്രൂട്ട് ട്രീസ് അന്ന് ഇവിടെ ഫ്രൂട്ട് ട്രീസ് ഇല്ല. ഇപ്പൊ അതുകൊണ്ട് ഈ അണ്ണാനും പക്ഷിയൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അണ്ണന്മാരാ അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന മൊത്തം അണ്ണാന്റെ വിളികളും കിളികളുടെ വിളികളുമാണ്. അല്ല, സാധാരണയിൽ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ പിന്നെ അങ്ങനെ ഇല്ല. സിറ്റിയിൽ ഒരു ചെറിയ സ്കൂളാണ്. പക്ഷെ പല സ്കൂളിലും മരം ഉണ്ടെങ്കിൽ ഇപ്പൊ കായ്ക്കുന്ന മരമൊക്കെയാണ് അതിന് അടുത്ത് പോകുന്നതിന് ഒരു ക്രൈമാണ്. പോലെ അതിൽ കായ എടുക്കരുതെന്നൊക്കെയാണ് പല സ്കൂളിലും. ഇവിടെ നമ്മുടെ ബോർഡ്സ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പൂക്കൾ പറിക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ മരത്തിൽ നിന്ന് നിങ്ങൾ പറിച്ച് കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള്. കാരണം കുട്ടികളാണ് ഇതിന്റെ അവകാശികൾ. അതെ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കും. അത്തിയൊക്കെ നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ പഴുത്ത് കിടക്കുന്നു. ഏതെങ്കിലും ഒരു മരത്തിൽ ഇപ്പൊ റംബുട്ടാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ 5 ഇനം ചാമ്പയ്ക്ക ഉണ്ട് ഇവിടെ. ശരി. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടി വേണ്ടി. അവരാണ് ഇതിന്റെ അവകാശികൾ എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഉപയോഗിക്കാമെന്നല്ല, അവരാണ് അവകാശികൾ. എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇപ്പം ടോട്ടലി നമുക്ക് 316 കുട്ടികളുണ്ട്. നമ്മൾ ലിമിറ്റ് ചെയ്ത് ഒരു ക്ലാസ്സിൽ 25 മാക്സിമം വരും. അങ്ങനെ 2 ഡിവിഷനിലായിട്ടാണ്. അപ്പൊ 2 ഡിവിഷൻ കൂട്ടില്ല? 2 ഡിവിഷനിൽ കൂട്ടത്തില്ല. 25-ലും കൂട്ടത്തില്ല. അപ്പൊ പരമാവധി വന്നാൽ ഈ 50 കുട്ടികളെ ഒരു ഡിവിഷനിൽ വരത്തുള്ളൂ. അത് ശരി. അത്രയും നമ്പർ ഇല്ല, ഞാൻ പറഞ്ഞു. ചില ക്ലാസ്സുകളിൽ ഒരു ഡിവിഷൻ മാത്രമേ ഉള്ളൂ നിലവിൽ. ശരി. അപ്പൊ അത്രയും കുട്ടികൾ മതിയെന്നുള്ളതാണ് ഒരു ലിമിറ്റഡ് മതി. കാരണം നമുക്ക് എൻ്റെ ഒരു വിഷൻ എന്ന് വെച്ചാൽ ഈ LKG പഠിപ്പിക്കുന്ന ടീച്ചറിനും 12ാം ക്ലാസ്സിലെ കുട്ടിയുടെ പേരറിയണം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് LKG ടീച്ചറിനെ ബഹുമാനിക്കാനും പേരറിയാനും അറിയണം. ഒരു ക്യാമ്പസ് ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ നീ LP നീ ഹൈസ്കൂൾ അതെ അങ്ങനെയല്ല. ഈ 12ാം ക്ലാസ്സിലെ കുട്ടിയെ പ്ലേ സ്കൂൾ മുതൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ശരി. അപ്പം ആ ഒരു ലിനിയേജ് ആണ് ഇവിടെ. ഇടയ്ക്ക് വെച്ച് നമ്മൾ കുട്ടികളെ എടുക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെടി നടുന്നതിലൊക്കെ പിള്ളേർ ഇൻവോൾവ് ആണോ? പിള്ളേരാണ് ഇൻവോൾവ്. ഇവിടെ നമ്മൾ വേൾഡ് എൻവയോൺമെന്റ് ഡേയിൽ വന്നു കഴിഞ്ഞാൽ അന്നിവിടെ ട്രീ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ട്രീ പ്ലാന്റിംഗ് ഉണ്ട്. പിള്ളേർക്ക് വളരെ ആവേശത്തോടാണ്. മെയിൻ്റനൻസിലൊക്കെ പിള്ളേർ ഇടപെടാറുണ്ടോ? പിള്ളേരാണ് കൂടുതൽ ഇടപെടുന്നത്. ആണല്ലേ. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇവിടെ ഒരു ഇത്രയധികം ഇരിക്കുക, ഇത് പാർക്ക് പോലെയാണ്. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഒരു ഗുരുകുലം മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഗുരുകുലം ബോർഡ് അവിടെ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് ഒക്കെ എടുക്കാം. വളരെ നല്ല ശുദ്ധ ഓക്സിജൻ. എല്ലാ ക്ലാസ്സുകാർക്കും ഒരു ചാൻസ് ഉണ്ട് ഇവിടെ വന്ന് ക്ലാസ് എടുക്കാൻ. ആഴ്ചയിൽ ഒരിക്കലും. കൂടാതെ നേച്ചർ വാക്ക് ഉണ്ട്. നേച്ചർ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസ് മൊത്തം നടന്ന് കാണാം. എല്ലാ മരങ്ങളെയും കൂട്ടിച്ചും എല്ലാം പഠിക്കാം. അതുകൊണ്ട് കൂടുതലൊരു എനിക്ക് പറയുന്ന ഒരു ജോയസ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നമ്മൾ നേച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതെ, അത് മാത്രമല്ല ഇപ്പൊ പലർക്കും നമുക്ക് വീട്ടിൽ കിട്ടാത്തൊരു സാധനം ഇത്. അതെ,
ഇവിടെ പല കുട്ടികളും ഞാൻ കാരണം ഇവിടെ പശുവൊക്കെ കൊണ്ടുവരുന്ന കാലത്ത് പാലെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അവരപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴാണ് തന്നെ കോഴിയൊക്കെ മുട്ടയിടും, ഓ ഇതാണ് വീടുകളിൽ നിന്ന് കാണാനില്ല. ഞങ്ങൾക്കൊരു ഒരു കരിമീൻ്റെ ഒരു കുളമുണ്ട്. ചുമ്മാ ഒരു വല വീശി കഴിഞ്ഞാൽ ഒരു 100 എണ്ണമൊക്കെ ഈസി ആയിട്ട് കിട്ടും. അറിയാത്ത ഒരാൾ വീശിയാൽ പോലും. ഇതെല്ലാം കുട്ടികൾക്ക് കാണാനുള്ളൊരു എല്ലാം കുട്ടികൾക്ക് കാണാനുള്ളത്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ മീൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ തിരിച്ചിടുകയാണ് വരുന്നത്, കൊല്ലുന്നില്ല. അതുപോലെ തന്നെ പക്ഷി കൂട് വെക്കുന്നൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതെ അതെ, ഇഷ്ടംപോലെ കൂടുകളുണ്ട്. അതാണ് കുട്ടികളുടെ ഏറ്റവും വലിയ വിനോദം ഈ ക്യാമ്പസിൽ. ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ അതൊക്കെ രസമല്ലേ? തീർച്ചയായിട്ടും. അല്ല, അതൊരു പ്രോസസ് കാണാമല്ലോ, കാണാൻ പറ്റാത്തൊരു സാധനമല്ലേ. പണ്ട് നമ്മൾ ഈ ചില സ്കൂളുകൾ, ഇപ്പോൾ CMS കോളേജൊക്കെ പോലുള്ള ചില സ്ഥലങ്ങൾ, ഗംഭീരമായിട്ട് മരമൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അവിടുന്ന് പോകുന്ന ആളുകൾക്ക് കുറെ കഴിഞ്ഞാൽ ഇതിനോടൊരു അറ്റാച്ച്മെന്റ്, നൊസ്റ്റാൾജിയ വരുമായിരുന്നു. പിന്നെ അതല്ലാതെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് മരം വെച്ചുള്ള JNUവിൽ മാത്രമൊക്കെയാണ് ഒരു കാട് അങ്ങനെ തന്നെയൊക്കെ നിർത്തിക്കൊണ്ട് അവർ അതിനെ നടക്കും ഹോസ്റ്റലൊക്കെ ആയിട്ട്. എനിക്കറിയാവുന്നിടത്തോളം ഈ ഒറ്റ സ്കൂളേ ഉള്ളൂ സ്കൂൾ ലെവലിൽ വേറെ ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു 12 ഏക്കറിൽ മിനിമം 350 കുട്ടികളായിട്ട് നിർത്തിക്കൊണ്ട് ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോവാണ്. അതേസമയത്ത് ഈ സ്ഥലം മുഴുവൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക്. നമ്മുടെ പ്രകൃതിയുടെ മടിയിൽ കിടന്നാണ്. നമ്മളിപ്പോൾ അവിടെ ഒരു കെട്ടിടം കണ്ടല്ലോ കുട്ടികൾക്ക് കാഴ്ച, ഒരു നേച്ചർ വാക്കിന്, അത് അവിടെയാണ് അല്ലേ? നമുക്ക് പോയിട്ട് നേച്ചർ വാക്ക് ഇതിന്റെ അടുത്ത ക്യാമ്പസിൽ ചെയ്യാം. അപ്പോൾ അതിന് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതെല്ലാം കൂടെ. എന്തായാലും കൊള്ളാം ഡോക്ടർ. ഇതിങ്ങനെ ഒരു സങ്കല്പം, ഇത് പലരും സങ്കല്പം പറയാറുണ്ട്, നടപ്പിലാക്കാറില്ല. ഇപ്പോൾ ഇവിടെ ഇത് നടപ്പിലാക്കി വളരെ വിജയകരമായിട്ട് 12ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്ലേ? ഡോക്ടർ മോനും ഇവിടെ തന്നെ അല്ലേ? മോളാണ് 12ാം ക്ലാസ്സിൽ. ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ 12ാം ക്ലാസ്സാണ് പുറത്താകാൻ പോകുന്നത്. അല്ല, അതും ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ സാധാരണ ഇങ്ങനെ ഈ സിസ്റ്റമൊക്കെ നമ്മൾ പറയുമെങ്കിലും മക്കളെ വേറെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അത് സത്യമാണ്. എന്നോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, യു നോട്ട് ഓൺലി പ്രീച്ച്ഡ്, യു പ്രാക്ടീസ്ഡ് വാട്ട് യു പ്രീച്ച്ഡ്. ഞാൻ വരുന്ന സമയത്ത് മോള് LKG UKG മറ്റോ പഠിക്കുന്ന സമയത്താണ്, അത് സ്കൂൾ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു, 10-11 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഓക്കെ. ഇപ്പോൾ ഡോക്ടർ എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. കാരണം വെച്ചാൽ ഞാൻ ഇത്രയധികം മരങ്ങൾ ഇവിടെ കാരണം ഒരു റബ്ബർ തോട്ടമായിരുന്നു അന്നത്തെ ഓർമ്മയിലുണ്ടായത്. അത് ഈ 6 കൊല്ലം കൊണ്ട് അന്ന് മാറ്റാൻ ഡോക്ടർ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഈ പഴയ LKGയുടെ സൈഡിലൊക്കെ നമ്മൾ കുറേ മരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ദൂരേക്ക് എത്തി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. ഈ സ്കൂള് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുകയും നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ സ്വന്തം കുട്ടിയെ അവിടെ തന്നെ പഠിപ്പിക്കുക എന്നുള്ള ഒരു സാഹസം കൂടി അദ്ദേഹം ചെയ്തു. അപ്പോൾ അത്ര കോൺഫിഡൻറ്റ്, ഒരു സ്കൂൾ ആദ്യമായിട്ട് ആരംഭിച്ചിട്ട് അതിൻ്റെ LKGയിൽ സ്വന്തം മോളെ ചേർത്ത് ആ കുട്ടി ഇപ്പോൾ 12ാം ക്ലാസ് വരെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത്രയും ഒരു തൻ്റെ ഇടവും അത്രയും ഒരു ഒരു ചെയ്യുന്ന കാര്യത്തോടൊരു കമ്മിറ്റ്മെൻറ്റും ഉള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ആഷ്ലിയെ പോലുള്ള കൂടുതൽ ആളുകൾ വേണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.